മലയാളി പ്രേക്ഷകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി ഈ ആഴ്ചയും ഒന്നിലധികം സിനിമകൾ OTT-യിലെത്തുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ഡിയാസ് ഇറെ, ഷമീം മൊയ്തീൻ സംവിധാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ, രാഹുൽ രവീന്ദ്രന്റെ സംവിധാനത്തിൽ രശ്മിക മന്ദാന പ്രധാന വേഷത്തിലെത്തിയ ദി ഗേൾ ഫ്രണ്ട്, ഫെമിനിച്ചി ഫാത്തിമ എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ചിത്രങ്ങളുടെ വിശേഷത്തിലേക്ക്. എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? ഇത് ശരിക്കും ഞാനാണ് ആദ്യം കണ്ടത്. ഞാൻ രാവിലെ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയാണ് വെള്ളത്തിൽ കിടക്കുന്നത് വിചാരിച്ചു. ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരികം അതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയില്ലേ? അടി നല്ലതാണ്. ഓലക്കണ്ണി ഇളകിയിട്ടുണ്ടോ? പോറ് കിട്ടിയേ പറ്റും. ഈ ഭാഗത്ത് ഓലക്കണ്ണി ഇളകി. എങ്ങനെ കാണാനാ? എന്റെ അച്ഛന്റെ കോങ്കണ്ണല്ലേ. നിയമങ്ങൾ ഉണ്ടാവട്ടെ, അതനുസരിച്ച് ലോകം നന്നാവുക ചെയ്യാം. കളിയാണേലും കുറച്ചൊക്കെ എത്തിക്സ് വേണം അഭിലാഷ്. നിങ്ങൾക്കാണ് എത്തിക്സ് ഉള്ളത്. ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞേന് ഇന്നെ ഔട്ടാക്കിച്ച് പ്രതികാരം തീർത്താണല്ലോ നിങ്ങൾ എത്തിക്സ്. എന്താണ് മോനെ ഇത്ര ഷീറ്റ് വിരിച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ? പുതിയ ബെഡായിരുന്നു, മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കായിരുന്നു. ഇതിന്റെ മണഞ്ഞി പോവൂല്ല. കണ്ട നായ്ക്കളും പട്ടികളും പൂച്ചകളൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറി നിറങ്ങിയിരുന്നു. ഞാൻ അമ്മാനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. എന്റെ മുതലേക്ക് ഇങ്ങനെ നോക്കി കുത്തിരിക്കല്ലേ. പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഹൊറർ ചിത്രമായ ഡിയാസ് ഇറെ ഈ ആഴ്ച OTT-യിലെത്തും. രാഹുൽ സദാശിവൻ സംവിധാനവും തിരക്കഥയും ഒരുക്കിയ ചിത്രം നൈറ്റ് ഷിഫ്റ്റ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ചക്രവർത്തി, രാമചന്ദ്ര, S. ശശികാന്ത് എന്നിവരാണ് നിർമ്മിച്ചത്. ഒക്ടോബർ 30-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഡിസംബർ 5 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ഹൊറർ ചിത്രമെന്ന പ്രത്യേകതയും ഡിയാസ് ഇറയ്ക്കുണ്ട്. പ്രണവ് മോഹൻലാലിനൊപ്പം ജിബിൻ ഗോപിനാഥ്, ജയ കുറുപ്പ്, അരുൺ അജികുമാർ, ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന വേഷം ചെയ്തു. ക്രിസ്റ്റ് സേവ്യറാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. റിലീസായി 10 മാസങ്ങൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ OTT-യിലെത്താൻ ഒരുങ്ങുന്നത്. ഷമീം മൊയ്തീൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സക്കറിയയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രം സൈന പ്ലേയിലൂടെ ഈ മാസം 5-ാം തീയതി OTT-യിലെത്തും. നസ്ലിൻ, ജമീല സലീം, അൽതാഫ് സലീം എന്നിവരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്ത് രശ്മിക മന്ദാന കേന്ദ്ര കഥാപാത്രമായെത്തിയ തെലുങ്ക് ചിത്രം ദി ഗേൾ ഫ്രണ്ട് ഈ മാസം 5-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. രശ്മികയ്ക്ക് പുറമെ ദീക്ഷിത് ഷെട്ടി, അനു ഇമ്മാനുവൽ, റാവു രമേശ് എന്നിവരാണ് പ്രധാന വേഷം ചെയ്തത്. ഹിഷാം അബ്ദുൽ വഹാബാണ് ചിത്രത്തിന്റെ സംഗീതം. തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ 5 ഭാഷകളിലും ചിത്രം ലഭ്യമാകും. ഫെമിനിച്ചി ഫാത്തിമ. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 5ഓളം പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഫെമിനിച്ചി ഫാത്തിമ ഈ മാസം 5-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. തന്റെ മൂത്ത മകൻ രാത്രി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നതോടെയാണ് ഫാത്തിമയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കിടക്ക വൃത്തിയാക്കുന്നതിനായി ഫാത്തിമ അതെടുത്ത് വെളിയിൽ ഇടുന്നതും അതിൽ നായ കയറി അത് വൃത്തികേടാക്കുന്നതും ഫാത്തിമയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കിടക്കയില്ലാതെ കിടക്കാൻ ഫാത്തിമയ്ക്ക് ബുദ്ധിമുട്ടാകുന്നു. ഭർത്താവിന്റെ സമ്മതമില്ലാതെ അതെടുത്ത് ഉപയോഗിക്കാനും അവൾക്ക് കഴിയുന്നില്ല. തുടർന്ന് ഒരു കിടക്കയ്ക്കായി പൊന്നാനിക്കാരിയായ ഫാത്തിമ നടത്തുന്ന ശ്രമങ്ങളാണ് ചിത്രത്തിന്റെ കഥാതന്തു എന്ന് പറയുന്നത്.